നിധി പറയും സുഭാഷ് ചേട്ടന് വേണ്ടി നമുക്കൊരു മാട്രിമോണി ഉണ്ടാക്കിയാലോ. ശ്രുതി പറയും അത് നല്ലതാ. നിധി ഫോൺ എടുത്തിട്ട് അപ്പം തന്നെ സുഭാഷിന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ശ്രുതി പറയും ഞാൻ ചെയ്തോളാം. ഇത് കേൾക്കുമ്പോൾ ഹരീഷിനൊക്കെ അത്ഭുതമാവും. അങ്ങനെ കാശ് ചിലവാക്കുന്ന ആളൊന്നുമല്ലല്ലോ ശ്രുതി ചേട്ടൻ. ശ്രുതി പറയും എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിന് ഞാനല്ലാതെ പിന്നെ ആര് കാശ് ചിലവാക്കാനാ. ശ്രുതി അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്യും. സുഭാഷേ അങ്ങോട്ട് വരുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും സുഭാഷ് ചേട്ടന് പെണ്ണ് നോക്കുക. നിധി പറയാം അല്ല, ഞങ്ങൾ സുഭാഷ് ചേട്ടന് എങ്ങനത്തെ പെൺകുട്ടിയെ ഇഷ്ടമെന്നൊക്കെ ചർച്ച ചെയ്യായിരുന്നു. സുഭാഷ് ചേട്ടൻ്റെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? സുഭാഷ് പറയും എനിക്കങ്ങനെ സങ്കല്പമൊന്നുമില്ല, ഒരു നല്ല പെൺകുട്ടിയാണോ. എന്നാലും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ. നികേഷിനോട് ചോദിക്കുമ്പോൾ നികേഷ് പറയും നല്ല വിദ്യാഭ്യാസം വേണം, കാണാൻ നല്ല ഭംഗി വേണം, പിന്നെ പരസ്പരം മനസ്സിലാക്കണം, ഇതുപോലത്തെ സങ്കല്പം ഇത് പറ. സുഭാഷ് പറയും അങ്ങനെയാണോ, എന്നാൽ നല്ല മുടി വേണം, നന്നായിട്ട് സാരി ഉടുക്കാൻ അറിയണം, ഫുഡ് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, എന്നിട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറയണം, പിന്നെ വഴക്കുണ്ടാക്കാൻ പാടില്ല. ഹരീഷ് പറയും സുഭാഷ് ചേട്ടനോട് ആര് വഴക്കുണ്ടാക്കാനാ. അതല്ലടാ, ഞാൻ സൈറ്റിൽ പണിയെടുക്കുമ്പോൾ അവിടെയുള്ള പണിക്കാർ പറയും ഇന്ന് ഭാര്യയായിട്ട് വഴക്കൂടി മിണ്ടിയില്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, എനിക്ക് വഴക്കൊക്കെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും. സുഭാഷ് പിന്നെ ഓരോ സങ്കല്പങ്ങൾ പറയാണ്. ശ്രുതി പറയും മതി മതി, മിണ്ടാപ്പൂച്ച കലടയ്ക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ടു. കേട്ടില്ലേ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ. അത് പറഞ്ഞ് അവർ 3 പേരും കൂടി സുഭാഷിനെ വന്ന് ഇക്കിളിയിടുകയാണ്. ഇത് കാണുമ്പോൾ നിധിക്ക് വളരെ സന്തോഷമാവും. നിധി അകത്ത് മാറാല തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും ഇതാണോ പരിപാടി? ഇവിടെ വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? ജോലി നേടണം, 2 കാലിൽ നിൽക്കണം, അതൊക്കെ പറഞ്ഞിട്ടിപ്പോൾ മാറാലയും തട്ടി കേടുവന്ന ടി വിയും തുടച്ച് നടക്കണോ? നിധി പറയും അതിനാദ്യം സർട്ടിഫിക്കറ്റ് കിട്ടണം, കോളേജിൽ പോയിട്ട് സംസാരിക്കണം. ശ്രുതി പറയും എന്നാൽ പിന്നെ അത് ചെയ്തൂടെ. നിധി പറയും ഞാനൊരു കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ട്, അവൾ നാളെ വരാമെന്ന് പറഞ്ഞു. ശ്രുതി പറയും എന്നാൽ പിന്നെ നാളെ നമുക്ക് ഒന്നിച്ചു പോകാം, ട്രാവൽസിൽ നിന്ന് കാറ് വരാൻ പറയാം, ഉച്ചയ്ക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഊണും കഴിക്കാം. നിധി പറയും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അന്ന് പറഞ്ഞാലേ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന്. നാവെടുത്ത നുണ മാത്രം പറയുന്ന നിങ്ങളെ ഞാനെങ്ങനെ വിശ്വസിക്കുക. എനിക്കിവിടെ ചേട്ടനും 2 അനിയന്മാരും ഉണ്ട്. ശ്രുതി പറയും ഞാൻ കാരണമല്ലേ ചേട്ടനും അനിയന്മാരൊക്കെ ഉണ്ടായത്, ഞാൻ നിധിക്ക് ആരുമല്ല. നിധി പറയും എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ഒരാൾ, അതുമാത്രമാണ് നിങ്ങൾ, അല്ലാതെ നമ്മൾ തമ്മിൽ എന്താ ബന്ധം. ശ്രുതി പറയും ഞാൻ നിധിയുടെ ബാക്കി പറയാമെന്ന് നിധി പറയുമ്പോൾ ശ്രുതി പറയും ലോക്കൽ ഗാർഡിയൻ. നിധി പറയും എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അച്ഛൻ പുറത്തുനിന്ന് മദ്യപിച്ചിട്ട് ഓരോ കവിത ചൊല്ലാണ്. ശ്രുതി പറയും ഇപ്പം തന്നെ നിധിയുടെ കാര്യം പറയാൻ പറ്റിയ സമയം. സുഭാഷ് ഏട്ടാ നാളെ നിധി കോളേജിൽ വരെ പോവാണ്. സുഭാഷ് ചോദിക്കുകയാണോ, എന്നാൽ നികേഷിനെ കൂടെ കൂട്ടിക്കോ. നികേഷ് പറയും അയ്യോ ചേട്ടാ നാളെ എനിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. സുഭാഷ് പറയും 6-7 മണിക്കൂർ യാത്ര ചെയ്യണല്ലേ, ഒറ്റയ്ക്ക് പോണ്ട. നിധി പറയും അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഒരു കൂട്ടുകാരി വരും. ശ്രുതി പറയും ഞാനും കൂടെ വരാം. നിധി പറയും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞതല്ലേ, ഇത് വെറുതെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പിന്നെയും പറഞ്ഞുകൊണ്ടാക്കുക. സുഭാഷ് പറയും എങ്കിൽ ഞാൻ വരാൻ കൂടെ. നിധി പറയും വേണ്ട സുഭാഷ് ഏട്ടാ, എൻ്റെ അച്ഛനും എന്നെ അങ്ങോട്ടും ഒറ്റയ്ക്ക് വിടാറില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഇത്ര പേടിയായത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറണ്ടേ. എനിക്ക് ആകെ അറിയാവുന്നത് പഠിക്കാനും മാർക്ക് വാങ്ങാനും മാത്രമാണ്, ലോകം എന്താണെന്ന് എനിക്കൊന്ന് കാണണ്ടേ. സുഭാഷ് നിധിയോട് പറയും ശരിയാ, നീ പോയിട്ട് വാ, കയ്യിൽ ഫോണുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. രാവിലെ നിധി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നികേഷ് പറയും ഒരു നിവൃത്തിയില്ലാതിഞ്ഞിട്ടാ ഏട്ടത്തി, ഇല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. ശ്രുതി പറയും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയേ, ഒരിടത്ത് പോലും ഒറ്റയ്ക്ക് പോകാത്ത ആളാ. നിധി പറയും നിങ്ങളുടെ കൂടെ തനിയെ യാത്ര ചെയ്ത ആളല്ലേ, ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയുമില്ല. സുഭാഷ് വന്നിട്ട് നിധിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ഇതൊക്കെ ഒരു കവറിലാക്കി കൊടുക്കുകയാണ്. നിധി പറയും സുഭാഷ് ഏട്ടാ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു. സുഭാഷ് പറയും കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ, കയ്യിലിരുന്നോട്ടെ. സുഭാഷ് ശ്രുതിയോട് പറയും നീ നിധിയെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കി കൊടുക്ക്. ആ സമയത്ത് ട്രാവൽസിൽ നിന്നൊരു കാറ് വരികയാണ്. ശ്രുതി പറയും ബസ്സിലൊന്നും പോകണ്ട, നല്ല വെയിലല്ലേ, അതുകൊണ്ട് ഞാൻ ട്രാവൽസിൽ നിന്നൊരു വണ്ടി അറേഞ്ച് ചെയ്തു. വണ്ടിക്കാരനോട് ശ്രുതി പറയും ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ട്രാവൽസാണെന്നാ, ഞാൻ അവിടുത്തെ ജോലിക്കാരനൊന്നും പറഞ്ഞേക്കല്ലേ. അയാൾ ഡീസൽ അടിക്കാൻ പൈസ വയ്ക്കുമ്പോൾ ശ്രുതി പറയും ഞാൻ അയച്ചു തരാടാ. നികേഷും ഹരീഷും പുറത്തേക്ക് വരുമ്പോൾ ഹരീഷ് പറയും ചേട്ടൻ അയാളോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയോ, ഞാൻ ആ വണ്ടിയിലെ ഓണറാണെന്നാകും. നികേഷ് വയ്ക്കേ ശരിക്കും. യാത്രയ്ക്കിടെ കൂട്ടുകാരി വിളിക്കും. നിധി പറയും ഞാൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അവൾ പറയും ഇവിടെ എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ വിളിച്ചാൽ മതി, ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും നിന്നെ കാണാൻ വെയിറ്റ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നിധിക്കും ഈശ്വര ചേട്ടനൊന്നും അറിയില്ലായിരിക്കും.